മലയാളികളെ അരി തീറ്റിക്കാൻ മത്സരിച്ച് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും. ഇനി വോട്ട് അരിയിലൂടെ നേടാമെന്ന് കണക്കുകൂട്ടി കേന്ദ്രം. പ്രധാന ലക്ഷ്യം തൃശ്ശൂരാണ്. കേന്ദ്രം ഭാരത് എന്ന പേരിൽ അരി നൽകുമെന്ന് പ്രഖ്യാപിച്ച് ഉടനെ കേരളവും രംഗത്തെത്തി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് 29 രൂപയ്ക്ക് ഭാരത് അരിയുമായി കേന്ദ്ര സർക്കാർ എത്തിയതോടെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഫെബ്രുവരിയിലെ ഭക്ഷ്യവിഹിതത്തിന് പുറമെ സ്പെഷ്യൽ അരി നൽകുമെന്ന് പ്രഖ്യാപിച്ച് കേരളവും. കേന്ദ്ര സർക്കാർ ഏജൻസികൾ മുഖേന വിലക്കുറവിൽ ഭാരത് അരി വിതരണം ചെയ്യാനുള്ള നീക്കം തിരഞ്ഞെടുപ്പ് ലാക്കാക്കിയാണെന്നും ഫെഡറൽ തത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി GR അനിൽ പറഞ്ഞു. നീല കാർഡിന് 4 കിലോയും വെള്ളയ്ക്ക് 5 കിലോയും അധികം നൽകും. ഭാരത് റൈസ് ഹിറ്റാക്കിയാൽ വോട്ടാകുമെന്ന് BJP കണക്കുകൂട്ടുന്നു. മുൻപ് സൗജന്യ ഭക്ഷ്യകിറ്റ് നൽകിയത് രണ്ടാം പിണറായി സർക്കാരിന് വഴിയൊരുക്കിയ അനുഭവം ഇടതുമുന്നണിക്കുണ്ട്. അതിനാൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ അരി മുഖ്യ പ്രചാരണ ആയുധമാവുമെന്ന് ഉറപ്പാണ്. FCIയിൽ അധികമുള്ള സ്റ്റോക്ക് സ്വകാര്യ വ്യാപാരികൾക്ക് ലേലത്തിലൂടെ വിളിച്ചെടുക്കാൻ അനുമതി നൽകിയപ്പോൾ സംസ്ഥാന സർക്കാരിനെയും ഏജൻസികളെയും ഒഴിവാക്കി. ഇത് കേരളത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാകാം. ബോധപൂർവം വിലക്കയറ്റമുണ്ടാക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം റേഷൻ കടകളിലൂടെ റേഷൻ വിതരണം നടത്തണമെന്നിരിക്കെ ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചാണ് പുതിയ നയങ്ങൾ. ഗ്രാമങ്ങളിൽ പോലും റേഷൻ വിതരണം ശക്തമായ കേരളത്തിൽ കേന്ദ്ര ഏജൻസികൾ അരി വിതരണം ചെയ്യേണ്ടതില്ല. 57% ജനങ്ങളെ പൊതുവിതരണ സമ്പ്രദായത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ പരിമിതമായ ടൈഡ് ഓവർ വിഹിതം ഉപയോഗിച്ചാണ് നീല വെള്ള കാർഡുകൾക്ക് റേഷൻ നൽകുന്നത്. ഈ വിഹിതം വർദ്ധിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. സപ്ലൈകോ വഴി 25 രൂപ നിരക്കിൽ അരി ലഭ്യമാകുമെന്നിരിക്കെയാണ് 29 രൂപയുടെ ഭാരത് അരി എന്നും സംസ്ഥാന സർക്കാർ വിമർശിക്കുന്നു. കേരളത്തിനുള്ള ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ വിഹിതം കേന്ദ്രം വെട്ടിക്കുറച്ചിട്ടുണ്ടെന്നാണ് സർക്കാരിൻ്റെ ആരോപണം. ഭക്ഷ്യധാന്യങ്ങളുടെ വിലയായി 336 കോടിയും റേഷൻ വിതരണക്കാരുടെ കമ്മീഷനായി 324 കോടിയും ഗതാഗതത്തിനും ഗോഡൌണിനുമായി 252 കോടിയുമടക്കം 912 കോടി രൂപയാണ് പ്രതിവർഷം റേഷൻ വിതരണത്തിന് സംസ്ഥാനം ചെലവിടുന്നത്. ഇതിൽ 86 കോടി മാത്രമാണ് കേന്ദ്രം നൽകുന്നതെന്നും കേരളം വിമർശിക്കുന്നു. അതേസമയം കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി കേരളത്തിൽ വിൽപ്പന തകൃതിയായി നടക്കുന്നു. തൃശ്ശൂരിൽ 150 ചാക്ക് പൊന്നി അരി വിറ്റു. ജില്ലയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ കൂടുതൽ ഇടങ്ങളിൽ അരി എത്തിക്കുന്നുണ്ട്. അടുത്തയാഴ്ചയോടെ സംസ്ഥാനത്ത് മുഴുവൻ ഭാരത് അരി എത്തിക്കും. കിലോഗ്രാമിന് 29 രൂപ നിരക്കിൽ 5-10 കിലോ പാക്കറ്റുകളിലായിരിക്കും അരി ലഭിക്കുകയെന്ന് ഭക്ഷ്യ ഉപഭോക്തൃകാര്യ മന്ത്രി പീയൂഷ് ഗോയൽ നേരത്തെ അറിയിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ചില്ലറ വിപണി വിൽപ്പനയ്ക്കായി 5 ലക്ഷം ടൺ അരിയാണ് കേന്ദ്രം അനുവദിച്ചത്. BJP ഏറെ വിജയപ്രതീക്ഷ വച്ചു പുലർത്തുന്ന തൃശ്ശൂരിലാണ് അരി വിതരണം തുടങ്ങിയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ വാഹനങ്ങളിലൂടെ അരി വിൽപ്പന എല്ലാ ജില്ലകളിലും തുടങ്ങും. പദ്ധതിയുടെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയുമെല്ലാം തൃശ്ശൂരിൽ നടത്തിയതിനു പിന്നിൽ തികഞ്ഞ രാഷ്ട്രീയം തന്നെ. വോട്ട് ലക്ഷ്യമിട്ടുള്ള BJPയുടെ നീക്കമാണിത്. തിരുവനന്തപുരം, പാലക്കാട്, പത്തനംതിട്ട എന്നിവിടങ്ങളിലും ഭാരത് അരി വിതരണം ഉടൻ ആരംഭിക്കും. ഓൺലൈൻ മുഖേനയുള്ള വിപണനവും ഉടൻ ആരംഭിക്കും. കേന്ദ്രത്തിന്റെ ഭാരത് അരി വാങ്ങാൻ റേഷൻ കാർഡ് വേണമെന്നില്ല. ഒറ്റത്തവണ 10 കിലോ അരിയെ ലഭിക്കൂ. ഉത്തരേന്ത്യയിൽ വോട്ട് പിടിക്കാൻ പ്രയോഗിക്കുന്ന കുതന്ത്രം കേരളത്തിൽ നടപ്പാവില്ലെന്ന് BJP മനസ്സിലാക്കണം. ഇത് ഉത്തരേന്ത്യയല്ല, കേരളമാണ്.